നിങ്ങൾ ഒരു നിമിഷം ഒന്ന് സങ്കല്പിക്കുക. അർദ്ധരാത്രി സമയം ആഴക്കടലിന്റെ നടുവിൽ ഒരു ഭീമൻ കപ്പൽ. ആയുധധാരികളായ കടൽ കൊള്ളക്കാർ ആ കപ്പൽ പിടിച്ചെടുത്തിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ആധുനികമായ റഡാറുകൾക്കോ ഉപഗ്രഹങ്ങൾക്കോ പോലും കണ്ടെത്താൻ കഴിയാത്ത വിധം നിശബ്ദമായി ജലത്തിനടിയിലൂടെ ചില രൂപങ്ങൾ ആ കപ്പലിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. അവർക്ക് ഓക്സിജൻ സിലിണ്ടറുകളില്ല. അവരുടെ ശ്വാസം പുറത്തു വിടുമ്പോൾ കുമിളകൾ പോലുമില്ല. പെട്ടെന്ന് നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കപ്പലിന്റെ ഡെക്കിലേക്ക് അവർ ഇരച്ചു കയറുന്നു. ശത്രുവിന് പ്രതികരിക്കാൻ ലഭിക്കുന്നത് വെറും 0.27 സെക്കൻഡ് മാത്രം. കണ്ണ് ചിമ്മുന്ന വേഗതയിൽ ശത്രുക്കൾ ഒന്നൊന്നായി വീഴുന്നു. ഒരു തുള്ളി രക്തം പോലും സ്വന്തം ശരീരത്തിൽ പുരളാതെ, ഒരു ശബ്ദം പോലും പുറത്തുവിടാതെ ആ ദൗത്യം അവർ പൂർത്തിയാക്കുന്നു. ആരാണിവർ? കടലിൽ നിന്നും ഉദിച്ചുയരുന്ന ഈ മരണദൂതന്മാർ ആരാണ്? അമേരിക്കയുടെ നേവി സീൽസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇസ്രയേലിന്റെ സൈറക് മക്കലിനെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരെക്കാളൊക്കെ മാരകമായ പരിശീലനം സിദ്ധിച്ച, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും അപകടകാരികളായ ഒരു സംഘം നമ്മുടെ ഇന്ത്യക്കുണ്ട്. ശത്രുക്കൾ അവരെ ഭയത്തോടെ വിളിക്കുന്നത് ദാഡിവാല ഫൗജി അഥവാ ബിയേർഡ് ആർമി. ഔദ്യോഗികമായി അവർ മാർക്കോസ് മറൈൻ കമാൻഡോസ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ ഈ വജ്രായുധത്തെ കുറിച്ചാണ്. അവരുടെ നരകതുല്യമായ പരിശീലനം, അത്ഭുതപ്പെടുത്തുന്ന ആയുധങ്ങൾ, ലോകം വിറച്ച പോരാട്ട വീര്യം. മാർക്കോസിന്റെ ലോകത്തേക്ക് സ്വാഗതം. ഇന്ത്യക്ക് എന്തിനാണ് ഒരു പ്രത്യേക മറൈൻ കമാൻഡോ ഫോഴ്സ് വേണ്ടി വന്നത്? അതിനു പിന്നിൽ വ്യക്തമായൊരു കഥയുണ്ട്. 1980കളുടെ തുടക്കത്തിൽ ഇന്ത്യൻ സമുദ്ര മേഖലയിൽ ഭീഷണികൾ വർദ്ധിച്ചു വരികയായിരുന്നു. 1983 ശ്രീലങ്കയിൽ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോ സമുദ്രത്തിലൂടെയുള്ള നുഴഞ്ഞുകയറ്റവും കടൽക്കൊള്ളയും തടയാൻ ഒരു സ്പെഷ്യൽ ഫോഴ്സിന്റെ ആവശ്യം ഇന്ത്യൻ നേവിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ 1987 ഫെബ്രുവരിയിൽ ഇന്ത്യൻ മറൈൻ സ്പെഷ്യൽ ഫോഴ്സ് അഥവാ IMSF രൂപീകൃതമായി. തുടക്കത്തിൽ അമേരിക്കൻ നേവി സീൽസിന്റെ സഹായത്തോടെയായിരുന്നു ഇവരുടെ പരിശീലനം. എന്നാൽ ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച്, അതായത് ചതുപ്പുകൾ, കഠിനമായ ചൂട്, ഹിമാലയൻ തണുപ്പ്, ഈ പരിശീലനത്തെ ഇന്ത്യ മാറ്റിമറിച്ചു. 1991 ഇവർക്ക് മാർക്കോസ് എന്ന പേര് ലഭിക്കുന്നത്. ഇന്ന് മാർക്കോസ് എന്നത് കേവലം ഒരു പേരല്ല, അതൊരു വികാരമാണ്. കരയിലും കടലിലും ആകാശത്തും ഒരുപോലെ പോരാടാൻ കഴിയുന്ന ഡ്രൈ സർവീസ് കമാൻഡോകളാണിവർ. അതുകൊണ്ടാണ് ഇവരെ ദ ഫിയർലെസ് എന്ന് വിളിക്കുന്നത്. മാർക്കോസ് ആകുക എന്നത് ഒരു സാധാരണ സൈനികന് സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര കഠിനമാണ്. 20 വയസ്സിന്റെ തുടക്കത്തിലുള്ള ഇന്ത്യൻ നേവിയിലെ ഏറ്റവും മികച്ച സൈനികരെയാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. 1000 പേർ അപേക്ഷിച്ചാൽ അതിൽ 10 പേര് പോലും അവസാന ഘട്ടം പൂർത്തിയാക്കില്ല എന്നതാണ് വാസ്തവം. ആദ്യം 3 ദിവസം നീളുന്ന ശാരീരിക ക്ഷമതാ പരിശോധനയാണ്. ഇതിൽ പരാജയപ്പെടുന്നവർ അപ്പൊ തന്നെ പുറത്താകും. ഇതിനുശേഷമാണ് യഥാർത്ഥ നരകം ആരംഭിക്കുന്നത്. 5 മുതൽ 6 ദിവസം വരെ നീളുന്ന അതികഠിനമായ ഘട്ടം. കമാൻഡോകൾക്ക് ലഭിക്കുന്നത് പരമാവധി 4 മണിക്കൂർ ഉറക്കം മാത്രമായിരിക്കും. തുടർച്ചയായ ശാരീരിക അധ്വാനം, വിശപ്പ്, ദാഹം, ഇതിനിടയിൽ അവർക്ക് നൽകുന്ന ടാസ്കുകൾ മനുഷ്യ സാധ്യമായാലും അപ്പുറമാണ്. മനസ്സ് തളരുന്നവരെ അല്ലെങ്കിൽ പതറുന്നവരെ ഈ ഘട്ടത്തിൽ തന്നെ ഒഴിവാക്കും. ഇതൊരു പ്രത്യേകതരം പീഡനമാണ്. 25 കിലോ ഭാരമുള്ള തോക്കും യുദ്ധ സാമഗ്രികളും പുറത്തു കെട്ടി മുട്ടറ്റം വരെ ചെളിയിലൂടെ 800 മീറ്ററിലധികം ഇഴയണം. ശരീരം തളർന്ന് താഴെ വീഴുമ്പോൾ പോലും കമാൻഡോയുടെ മനസ്സ് ലക്ഷ്യസ്ഥാനത്തായിരിക്കണം. ഈ ഘട്ടം കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന ഭക്ഷണം പോലും വളരെ പരിമിതമാണ്. മാർക്കോസുകൾ ആകാശത്ത് നിന്നും 25,000 അടി മുകളിൽ നിന്നും ചാടാൻ സജ്ജമായിരിക്കണം. പരിശീലനം ലഭിച്ചവരാണ്. അതുപോലെ തന്നെ കടലിന്റെ അടിത്തട്ടിൽ മണിക്കൂറുകളോളം ശ്വാസം അടക്കി പിടിച്ച് ഒളിച്ചിരിക്കാനും ഇവർക്ക് കഴിയും. കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ നീന്തുക എന്നത് ഇവരുടെ പരിശീലനത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്കറിയോ, ഒരു ശരാശരി മനുഷ്യൻ ഒരു അപകടത്തോട് പ്രതികരിക്കാൻ കുറഞ്ഞത് 1 സെക്കൻഡ് എടുക്കും. എന്നാൽ ഒരു മാർക്കോസ് കമാൻഡോ പ്രതികരിക്കുന്നത് 0.27 സെക്കൻഡിലാണ്. ഇത് സാധ്യമാക്കുന്നത് വർഷങ്ങൾ നീളുന്ന പരിശീലനത്തിലൂടെയുള്ള മസിൽ മെമ്മറിയാണ്. ചിന്തിക്കുന്നതിന് മുമ്പേ കൈകൾ പ്രവർത്തിച്ചിരിക്കും. ലൈവ് ബുള്ളറ്റുകൾ, അതായത് യഥാർത്ഥ വെടിയുണ്ടകൾ ഉപയോഗിച്ചാണ് ഇവരുടെ പരിശീലനം. അതായത് പരിശീലനത്തിനിടെ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ സ്വന്തം ജീവനോ അല്ലെങ്കിൽ സഹപ്രവർത്തകന്റെ ജീവനോ നഷ്ടപ്പെടാം. ഇത്രയും വലിയ സമ്മർദ്ദത്തിലും കൃത്യമായി ഉന്നം വെക്കാൻ പഠിക്കുന്നവരാണ് മാർക്കോസ്. മാർക്കോസിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികമായവയാണ്. IWI ടേവ്, അതായത് TAR-21 ഇസ്രയേൽ നിർമ്മിതമായ ഈ റൈഫിൾ കമാൻഡോകളുടെ പ്രിയപ്പെട്ടതാണ്. ഇതിന്റെ ഭാരം കുറവാണെന്നതും വെള്ളത്തിനടിയിൽ പോലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നതും ഇതിനെ വ്യത്യസ്തമാക്കുന്നു. അടുത്തത് SIG-716 അതിവേഗം വെടിയുതിർക്കാനും ദീർഘദൂര ലക്ഷ്യങ്ങൾ ഭേദിക്കാനും ശേഷിയുള്ള അമേരിക്കൻ റൈഫിൾ ആണ്. 3 ഹെക്ലർ ആൻഡ് കോക്ക് PSG-1 സ്നിപ്പർ. 1000 മീറ്ററിലധികം ദൂരെയുള്ള ശത്രുവിനെ അനായാസം വധിക്കാൻ ഇതിന് കഴിയും. 4 അണ്ടർ വാട്ടർ റൈഫിൾ, കടലിനടിയിൽ വെച്ച് വെടിയുതിർക്കാൻ കഴിയുന്ന പ്രത്യേക ആയുധം. ഇതിൽ ഉപയോഗിക്കുന്നത് സാധാരണ വെടികൊണ്ടുകളല്ല, മറിച്ച് ലോഹ സൂചികളാണ്. അടുത്തത് അണ്ടർസീ ചാരിയറ്റ്സ്.
കമാൻഡോകളെ ശത്രുവിന്റെ കപ്പലുകൾക്ക് താഴെ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ അന്തർവാഹിനികളാണിത്. ഇത് സഞ്ചരിച്ചെത്തുന്ന കമാൻഡോകൾ ശത്രു കപ്പലുകളിൽ മൈനുകൾ ഘടിപ്പിച്ച് നിമിഷ നേരം കൊണ്ട് അവ തകർക്കുന്നു. കൂടാതെ നൈറ്റ് വിഷൻ ഗ്ലാസുകൾ, താപനില അളക്കുന്ന സെൻസറുകൾ തുടങ്ങി എല്ലാവിധ സാങ്കേതിക വിദ്യകളും ഇവർക്കുണ്ട്. മാർക്കോസ് തങ്ങളുടെ കരുത്ത് തെളിയിച്ച ചില പ്രധാന ദൗത്യങ്ങൾ നമുക്കിനി പരിശോധിക്കാം. ഇത്രയും നേരം നമ്മൾ അവരുടെ ഓരോരോ വിശേഷങ്ങളാണ് പറഞ്ഞത്. ഇനി അവർ കരുത്ത് തെളിയിച്ച ഓരോ ദൗത്യങ്ങളിലേക്ക് കടക്കാം. ശ്രീലങ്കയിലെ ഗുരുനഗർ തുറമുഖത്ത് LTTE ഭീകരർ ആധിപത്യം സ്ഥാപിച്ച കാലം. ഇന്ത്യയുടെ മറൈൻ കമാൻഡോകൾ, അന്നവർ IMSF ആയിരുന്നു, 12 കിലോമീറ്റർ കടലിലൂടെ നീന്തിയെത്തി. ശത്രുക്കൾ ഒരു സൂചന പോലും കിട്ടുന്നതിന് മുമ്പ് തുറമുഖത്തെ സ്ഫോടക വസ്തുക്കൾ കൊണ്ട് തകർത്തു. ഈ സാഹസിക ദൗത്യത്തിന് നേതൃത്വം നൽകിയ ലഫ്റ്റനന്റ് അരവിന്ദ് സിംഗിന് മഹാവീർ ചക്ര ലഭിച്ചു. മാലദ്വീപിൽ ഒരു അട്ടിമറി ശ്രമം നടന്നപ്പോ മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ എത്തി അധികാരം തിരിച്ചുപിടിക്കാൻ സഹായിച്ചത് മാർക്കോസ് ആണ്. സമുദ്രസേനയാണെങ്കിലും കാർഗിലിലെ മഞ്ഞുമലകളിൽ പാക് നുഴഞ്ഞുകയറ്റക്കാരെ തുരത്താൻ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം മാർക്കോസും ഉണ്ടായിരുന്നു. കശ്മീരിലെ നദികളിലൂടെയും ബൂളാർ തടാകത്തിലൂടെയും ഭീകരർ നുഴഞ്ഞു കയറുന്നത് തടയാനായി ഇന്നും മാർക്കോസ് അവിടെ കാവലുണ്ട്. നമ്മുടെ നൊമ്പരമായ ദിവസങ്ങളിൽ, അതായത് ഭീകരർ താജ് ഹോട്ടലിൽ തമ്പടിച്ചപ്പോ അവരെ പ്രതിരോധിക്കാൻ ആദ്യം എത്തിയത് മാർക്കോസ് കമാൻഡോകളായിരുന്നു. NSG എത്തുന്നത് വരെ ഭീകരരുടെ ആക്രമണം ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും നിരവധി സാധാരണക്കാരെ രക്ഷിക്കാനും ഇവർക്ക് സാധിച്ചു. അടുത്തിടെ അറബിക്കടലിലും ചെങ്കടലിലും കടൽ കൊള്ളക്കാർക്കെതിരെ മാർക്കോസ് നടത്തിയ മിന്നൽ ആക്രമണങ്ങൾ ലോകം ശ്രദ്ധിച്ചതാണ്. ഒരു ഇന്ത്യൻ കപ്പൽ ഹൈജാക്ക് ചെയ്തപ്പോ യുദ്ധക്കപ്പലിൽ നിന്നും ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ മാർക്കോസ് നിമിഷ നേരം കൊണ്ട് കൊള്ളക്കാരെ തുരത്തി. ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായ സുരക്ഷാ സേന എന്ന പേര് ഇന്ത്യക്ക് ലഭിച്ചത് ഇവരുടെ പ്രവർത്തനത്തിലൂടെയാണ്. തീവ്രവാദികൾക്കിടയിൽ ഈ പേര് ഒരു പേടി സ്വപ്നമാണ്. എന്തുകൊണ്ടാണ് കമാൻഡോകൾ താടി വളർത്തുന്നത് എന്ന ചോദ്യത്തിലാണ് ഇനി കടക്കുന്നത്. ഇതിന് പിന്നിൽ 3 കാരണങ്ങളുണ്ട്. രഹസ്യ ദൗത്യങ്ങൾ, അതായത് കശ്മീരിലെ ഗ്രാമങ്ങളിൽ തീവ്രവാദികളെ വേട്ടയാടുമ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിൽ അവർക്ക് അലിഞ്ഞു ചേരാൻ താടി സഹായിക്കും. അതായത് മിലിറ്ററിക്കാർക്ക് സാധാരണ താടി ഇല്ലല്ലോ. പിന്നെ മറയ്ക്കപ്പെട്ട ഐഡന്റിറ്റി. ഒരു മാർക്കോസ് കമാൻഡോയുടെ മുഖം ലോകം അറിയരുത് എന്നത് നിർബന്ധമാണ്. താടി അവരുടെ യഥാർത്ഥ മുഖരൂപത്തെ ഒരു പരിധിവരെ മറച്ചു പിടിക്കുന്നു. അടുത്തത് സൈക്കോളജിക്കൽ വാർഫെയർ ആണ്. ക്രൂരമായ താടിയും കറുത്ത വസ്ത്രവും ധരിച്ച് ഈ പോരാളികളെ കാണുമ്പോൾ തന്നെ ശത്രുവിന്റെ പകുതി ആത്മവീര്യം അവിടെ ചോർന്നൊലിക്കും. കശ്മീരിലോ അയൽ രാജ്യങ്ങളിലോ ഭീകരർ കൊല്ലപ്പെടുമ്പോൾ പലപ്പോഴും മാർക്കോസിന്റെ പേര് ഉയരാറുണ്ട്. എന്നാൽ ഇന്ത്യൻ നാവികസേന ഇത് ഒരിക്കലും പരസ്യമായി അംഗീകരിക്കാറുമില്ല. ഇസ്രായേലിലും മൊസാദ് വിദേശ മണ്ണിൽ പോയി ശത്രുക്കളെ വേട്ടയാടുന്നത് പോലെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എവിടെയും എത്താൻ മാർക്കോസിന് സാധിക്കും. അവർ നിശബ്ദരാണ്, അവർ അദൃശ്യരാണ്, അവർ തങ്ങളുടെ കടമ പൂർത്തിയാക്കി ആരും അറിയാതെ മടങ്ങുന്നവരുമാണ്. ആക്രമണമല്ല, പ്രതിരോധമാണ് ലക്ഷ്യമെന്ന് ഇന്ത്യ ഔദ്യോഗികമായി പറയുമ്പോഴും ഇന്ത്യയെ തൊടാൻ വരുന്നവന് മരണം ഉറപ്പാണ് എന്ന സന്ദേശമാണ് മാർക്കോസ് ഇവിടെ നൽകുന്നത്. നമ്മൾ സുരക്ഷിതമായി ഉറങ്ങുന്നത് അതിർത്തികളിൽ ഇങ്ങനെയുള്ള യോദ്ധാക്കളൊക്കെ കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്. അത് വല്ലപ്പോഴുമെങ്കിലും ഒന്ന് ഓർത്ത് വെക്കണം. വല്ലപ്പോഴുമല്ല, എപ്പോഴും ഓർമ്മിക്കണം. കൈകാലുകൾ കെട്ടിയിട്ടാലും നീന്തി കയറുന്ന, ചളിയിലൂടെ ഇഴഞ്ഞും ആകാശത്ത് ചാടിയും ശത്രുവിനെ വേട്ടയാടുന്ന ഈ മഹാബലികൾ ഇന്ത്യയുടെ അഭിമാനമാണ്. ഒരുപക്ഷെ നമുക്ക് അവരുടെ പേരുകൾ അറിയില്ലായിരിക്കാം, അവരുടെ മുഖങ്ങൾ കണ്ടിട്ടും ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നീലിമയിൽ അവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും ആ വജ്രായുധം പുറത്തെടുക്കാം. എന്തായാലും ഈ മാർക്കോസ് എന്ന കമാൻഡോകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.